നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ടാ. ഇത് ഏതൊരു അഹങ്കാരിക്കും മഹാഭാവിക്കും പറയാനുള്ള തൊഴിന്യായം. അപ്പനെയും അമ്മയെയും വെട്ടിക്കൊന്നവൻ ജഡ്ജിയോട് പറയാറില്ലേ, ആരുമില്ലാത്ത അനാഥനാണ്, വെറുതെ വിടണമെന്ന്. അതൊരു തന്ത്രം, പാർട്ട് ഓഫ് ദ ഗെയിം. ഡാഡി, അമ്മ സ്വപ്നത്തിൽ വന്നു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എന്നിട്ട് അവള് നിന്നോട് എന്ത് ചോദിച്ചു? നിന്റെ ഡാഡിയെ നീ നന്നായി നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോ? നിന്റെ ഡാഡിക്ക് നീ മനസമാധാനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോ? ഇത് രണ്ടും അവൾ ചോദിക്കില്ല. ഇത് രണ്ടും നടക്കില്ലെന്ന് അവൾക്കറിയാം. കൂടി വന്നാൽ അടുത്ത നിന്റെ പൂച്ചവാക്കും റാമ്പ് ഷോയും സൗന്ദര്യ പ്രദർശനവും മുംബൈയിലാണോ സിംഗപ്പൂരിലാണോ എന്ന് അവൾ ചോദിച്ചിട്ടുണ്ടാവും. അല്ല. പിന്നെ അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു അപകടമല്ല. അമ്മയെ ആരോ കൊന്നതാണെന്ന് പറഞ്ഞു. മായമ്മ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. അതില് ഡാഡിയുടെ പങ്ക് എന്തെങ്കിലും ഉണ്ടോന്നാ എനിക്ക് അറിയേണ്ടത്. എന്താ നീ പറഞ്ഞത്? എന്റെ മായമ്മയുടെ കാര്യത്തിൽ ഞാൻ ഇനി നിന്റെ നാവ് പൊന്തിയാൽ അത് പിഴുതെടുത്ത നാക്കിലയിൽ വെക്കും ഞാൻ. എന്റെ ഭാര്യയുടെ പട്ടട കത്തിയെരിഞ്ഞ ഒരു ചൂടുള്ള സന്ധ്യയ്ക്ക് എന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടു പോയ കാഞ്ചന എന്ന എന്റെ പൊന്നു പെങ്ങളെ പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. നിനക്ക് ഞാൻ മാപ്പ് തന്നതും എന്റെ മായമ്മയെ ഓർത്തിട്ട് മാത്രമാണ്. എന്റെ മായമ്മയുടെ മരണം സംശയം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട്. ഭസ്മക്കുരു വരിച്ച് സ്വാഹ പറഞ്ഞതും ഞാൻ മറന്നിട്ടില്ല. സംശയത്തിന്റെ കുന്തമന ഏത് നിമിഷവും എങ്ങോട്ടും തിരിയും. അതുവരെ ആര് വേണമെങ്കിലും മുൾമുനയിൽ നിൽക്കാം. ആഹാ, ഒരു കട മൊത്തം ഇങ്ങ് പോന്നിട്ടുണ്ടല്ലോ. എന്റെ ചേട്ടച്ചാ, ഒരു സാരി എടുക്കാൻ എന്നെ വലിച്ചോണ്ട് എത്ര കടകളിലാ ഈ ചേച്ചിയമ്മ കേറി ഇറങ്ങിയെന്നറിയോ? ആ, അത് പിന്നെ എന്റെ അനിയന്റെ ചാർത്ത് കൈമാറ്റ ചടങ്ങിനെ വെള്ളിയാഴ്ചയായ ഞാൻ തിളങ്ങി നിൽക്കണ്ടേ? പിന്നെ വേണം. കന്നിനെ കയം കാണിക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണ് അല്ലേ അച്ഛാ? സിദ്ധുവിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ചടങ്ങല്ലേ രംഗ, അവരാഘോഷിക്കട്ടെ. ഇക്കണക്കിന് പോയാലേ കല്യാണം കഴിയുന്നതോടെ കുഞ്ഞളിയന്റെ ബാങ്ക് ബാലൻസ് വട്ട പൂജയാവും. നിങ്ങളുടെ പിന്നെ എപ്പോഴും പൂജയാണല്ലോ. അത് പിന്നെ ഞാൻ അക്കൗണ്ട് എടുക്കാൻ ചെന്നപ്പോ അവര് സീറോ ബാലൻസ് എടുത്താൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. അതെന്റെ കുഴപ്പമാണോ? അല്ല, നിങ്ങളെ കണ്ടപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി കാണും. അതാ കാര്യം. ആ, കല്യാണച്ചക്കൻ വന്നല്ലോ. വാ, വന്ന് ഡ്രസ്സൊക്കെ നോക്ക്.
നിങ്ങൾ രണ്ടാളും കൂടി സെലക്ട് ചെയ്തതല്ലേ? എനിക്ക് കാണുന്നില്ല. ആ അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ദാ. എങ്ങനെയുണ്ട്? ആ കൊള്ളാളിയാ, അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് മനുഷ്യ? അത് പിന്നെ പറയാനുണ്ടോ? കടയിലെ ഏറ്റവും വില കൂടിയ സാരി ആയിരിക്കുമല്ലോ ഇത്. ഒന്ന് പോ മനുഷ്യ. ദാ, ഇത് അച്ഛന്, ഇത് ചേട്ടച്ചന്. ആ, എങ്ങനെയുണ്ട് അച്ഛാ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം മോളെ. നിങ്ങൾക്കോ? കൊള്ളാം. അപ്പൊ ഞായറാഴ്ച ഇതിട്ട് ഞാനും ഒന്ന് തിളങ്ങട്ടെ. നല്ല കളറല്ലേ? മയൂരി എടുത്തിയാ? ഹലോ ഏട്ടത്തി. ആ എന്നെ ഏട്ടത്തിന്നൊക്കെ വിളിച്ചു തുടങ്ങിയോ? പിന്നല്ലാതെ. കല്യാണം നടന്നില്ലെന്നല്ലേ ഉള്ളൂ, നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ പിന്നെ എനിക്കങ്ങനെ വിളിക്കാലോ. എന്താ പതിവില്ലാതെ നാത്തൂന്റെ ഫോണിലേക്കൊരു വിളി? സാധാരണ ഏട്ടനെയാണല്ലോ വിളിക്കാറ്. അത് പിന്നെ സിദ്ധേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആഹാ, അപ്പൊ അതാണ് കാര്യം. കക്ഷിതാ ഇവിടെ ചടങ്ങിനുള്ള ഡ്രസ്സുകൾ കണ്ടോണ്ട് നിപ്പുണ്ട്. ഞാൻ കൈയോടെ ഫോൺ കൊടുത്തേക്കാം. ഇതാ ഏട്ടാ, മയൂരി എടുത്തിയാ? ഹലോ. ഹലോ. മോളെ മയൂരി, മോളെ നീ എവിടെ? എന്തിനാ അവളെ വിളിക്കുന്നേ? നേരത്തെ കിടന്നോ അവള്? അവള് മുറിയിലുണ്ട്, സിദ്ധുവിനോട് സംസാരിക്കുക. ഇക്കണക്കിന് പോയാൽ കല്യാണത്തിന് മുൻപേ മോൾ അവനെ ചൊൽപ്പടിക്കാക്കും. അങ്ങനെയായ പാതി കടമ്പ കടന്നു. എന്ത് കടമ്പയമ്മേ? നീയും ആ സിദ്ധയും തമ്മിലുള്ള കല്യാണം ഇനി അവർക്കെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും സിദ്ധു ഇടപെട്ടത് നടത്തി തരും. സത്യം പറഞ്ഞാ എനിക്ക് ആ പെണ്ണിനെ അങ്ങ് ബോധിച്ചില്ല. മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഒരു അഹങ്കാരിയാണെന്നാ തോന്നുന്നേ. ഈ മോഹിനിയുടെ അടുത്തേക്കല്ലേ വരുന്നത്. അഹങ്കാരമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. അല്ലമ്മേ, ആ കൊച്ചു ഏത് കോഴ്സാ പഠിച്ചത്? ആ അതൊന്നും എനിക്കറിയില്ല. പഠിപ്പും ഉദ്യോഗമൊക്കെ നോക്കിപ്പോയാൽ നിന്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കും തോന്നുന്നുണ്ടോ? അത്രയ്ക്കാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൽപ്പേര്. അതൊന്നും സാരമില്ല. ഈ കല്യാണം നടന്നാൽ അതോടെ നിന്റെ ശുക്രൻ ഒതുക്കും. പൂത്ത കാശുണ്ട് ആ കൈലാസാറിന്റെ കയ്യില്. അത് മാത്രമല്ല, ഭാര്യയുടെ സ്വത്ത് മുഴുവൻ ഈ കൊച്ചിന്റെ പേരിലെന്നാ കേട്ടത്. എങ്ങനെയെങ്കിലും 2 കല്യാണവും നടത്തിയെടുക്കണം. എന്താ ഒരു വട്ടമേശ ചർച്ച? 2 കല്യാണം ഒരേ പന്തലിൽ നടത്തിയാലോ എന്ന് ഞങ്ങൾ പറയായിരുന്നു. അത് കൊള്ളാം. ഇനി ആ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു ഉടക്കിയാലും നീ സിദ്ധുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് സമ്മതിപ്പിക്കണം. അത് ഞാൻ ഏറ്റുമേ. ഇപ്പൊ തന്നെ സിദ്ധേട്ടൻ ഞാൻ പറയുന്നതെല്ലാം സമ്മതിക്കും. എല്ലാം എന്റെ ഇഷ്ടം പോലെ എന്നാ പറഞ്ഞേക്കുന്നത്. കല്യാണം കഴിഞ്ഞും അങ്ങനെ തന്നെ ആയിരിക്കണം, എങ്കിലേ നമ്മുടെ പ്ലാനിങ് നടക്കൂ. എനിക്കറിയാമേ. അവസാനം എന്റെ സുധേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടി. എനിക്കറിയാം സുധേട്ടന്റെ ആത്മാവിന് എന്നെ വിട്ടുപോകാൻ പറ്റില്ല എന്ന്. എന്റെ ഈ താലിക്ക് ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണല്ലോ തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ഈ കലശം എന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നത്. ദേവൂട്ടി,
എന്റെ ജീവന്റെ അംശം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് ദേവൂട്ടി. നിന്നെ തനിച്ചാക്കി എനിക്ക് പോവാൻ പറ്റില്ലല്ലോ. ഒരു നെഞ്ചിടിപ്പായി നിന്റെ പിന്നാലെ ഞാനുണ്ട്.